ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതേസമയം വലിയ ഗുരുതരമായ പിഴവ് എന്ന് തന്നെയാണ് പ്രാഥമികമായ കണ്ടെത്തൽ. പ്രത്യേകിച്ച് ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ സാഹചര്യമുണ്ടാകുന്നു. 10 സെന്റിമീറ്ററിൽ അധികം വലിപ്പമുള്ള ഉപകരണം കത്രിക ആണ് ഇപ്പോൾ വയറ്റിൽ കുടുങ്ങിയിട്ടുള്ളത്. 5 വർഷമായി ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും രക്തസ്രാവവും അതോടൊപ്പം തന്നെ വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കഠിനമായ വേദന അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം. തുടർച്ചയായി ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യമാണ്. പക്ഷേ ഡോക്ടർ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. അതായത് താൻ അല്ല, ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം എന്നത് താനല്ല ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ആശുപത്രിയുടെ പ്രതികരണം എന്ത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, നേരത്തെ ഡോക്ടർ ലളിതാംബിക പറഞ്ഞത് താനല്ല ഇത്തരത്തിൽ സർജറി നടത്തിയിട്ടുള്ളത് എന്നതാണ്. മറ്റ് ചില വിചിത്രമായ വാദങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ ശസ്ത്രക്രിയാ ഉപകരണം അങ്ങനെ കുടുങ്ങിപ്പോയി എന്നതുകൊണ്ടൊന്നും വേദനയുണ്ടാകില്ല, മൂത്രത്തിൽ കല്ലാണ് ഈ വേദനയ്ക്ക് കാരണമെന്നതൊക്കെ. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ആശുപത്രി അധികൃതരിൽ നിന്ന് വ്യക്തമായൊരു പ്രതികരണം ലഭ്യമാകുന്നുണ്ടോ? ഈ ശസ്ത്രക്രിയ നടന്ന വർഷവുമൊക്കെ വ്യക്തമാണല്ലോ. അപ്പോൾ ആരായിരുന്നു ആ ശസ്ത്രക്രിയ നടത്തിയത്? ആരൊക്കെയാണ് ആ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്? അത്തരം കാര്യങ്ങളിലെങ്കിലും ഇപ്പോൾ വ്യക്തതയുണ്ടോ ശരണ്യ? അഭിലാഷ്, അല്പസമയത്തിനൊപ്പം തന്നെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് അത്തരത്തിലൊരു ശസ്ത്രക്രിയ 2021 മെയ് 5 നടന്നിട്ടുള്ളത്. അത് അന്ന് ഗൈനക്കോളജി വിഭാഗം ഹെഡായ ഡോക്ടർ ലളിതാംബികയാണ് ഈ പരാതിക്കാരിയായ സ്ത്രീ സമീപിച്ചത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഡോക്ടറുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് അന്ന് യൂണിറ്റ് ചീഫ് താനായിരുന്നെങ്കിലും ശസ്ത്രക്രിയ നടത്തിയത് താനല്ല. കാരണം തന്റെ റിട്ടയർമെന്റ് കാലയളവിലുള്ള സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് വയറ്റിലുള്ള 3 കിലോയോളം വരുന്ന ഒരു മുഴ നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയായിരുന്നു നടന്നത്. അങ്ങനെ ഒരു മേജർ സർജറി താൻ ആ സമയത്ത് ചെയ്തതായി തനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് ഡോക്ടർ ലളിതാംബിക വ്യക്തമാക്കി. രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ഡോക്ടേഴ്സ് സ്കാനിങ് കഴിഞ്ഞ ശേഷം അവർ തീരുമാനിക്കുകയുള്ളൂ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. മെഡിക്കൽ സൂപ്രണ്ടന്റ് പ്രേം നായരുമായും അതോടൊപ്പം തന്നെ ബ്രഹ്മചാരിണി രഹന അവരാണ് ഇതിനെ ഹോസ്പിറ്റൽ നോക്കുന്ന അവരോടെല്ലാം സംസാരിച്ചു. എല്ലാ കെയറും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അവർക്ക് വിഷമമുണ്ട്, യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ വലിയ വേദനയുണ്ട്, ഇതൊക്കെയുള്ള കാര്യം എന്നോട് പറഞ്ഞു. കുറേ കാലമായിട്ടുണ്ട്. പക്ഷേ എക്സ്റേ സ്കാൻ ചെയ്തപ്പോൾ ഒന്നും കണ്ടില്ലായിരുന്നു. എക്സ്റേ എടുത്തപ്പോഴാണ് കണ്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ കൊടുക്കുമെന്നാണ് ഡോക്ടേഴ്സും ബന്ധപ്പെട്ടവരും ഒക്കെ സൂചിപ്പിച്ചത്. പക്ഷേ ഇങ്ങനൊരു അനുഭവം ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അർഷിതയുടെ കേസ് നമ്മൾ കണ്ടില്ലേ? അർഷിതയ്ക്ക് ഇന്നും ആരോഗ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളമാണ്. അവർക്ക് ആകെ 2 ലക്ഷം രൂപ കൊടുത്ത് അവർക്ക് 50 ലക്ഷം രൂപയെ കൂടുതൽ ചിലവായിട്ടുണ്ട് അർഷിതയുടെ കേസിൽ. എന്നിട്ട് ആകെ 2 ലക്ഷം രൂപയാണ് കൊടുത്തത്. അതൊക്കെ വളരെ തെറ്റായൊരു കാര്യമല്ലേ? അവരുടെ കുടുംബം മുഴുവൻ പട്ടിണിയിലായിപ്പോയി അർഷിതയുടെ ഇത് അവരുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഇവർക്കൊന്നും അറിയത്തില്ല. യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം കൊണ്ടാണ് ഇവർ സ്കാനിങ്ങിന് പോയത്. ഇവരുടെ കാര്യത്തിൽ വലിയ ഗുരുതരമായൊരു പിഴവ് ആരോഗ്യവകുപ്പിന് ഉണ്ടായില്ലേ? അതെ, തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിൻ്റെ ഗുരുതരമായ പിഴവ് തന്നെയാണ്. മാത്രമല്ല ഡോക്ടേഴ്സ് ഇത്ര അനാസ്ഥയോടെ പെരുമാറുന്നു, അതൊന്നും ശരിയായ നടപടിയല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ആ സ്ത്രീയുടെ വേദന നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 5 വർഷക്കാലം ഒരു കത്രിക വയറ്റിൽ കിടക്കുക, യൂറിൻ പോലും പാസ് ചെയ്യാൻ കഴിയാതെ വരിക, ബുദ്ധിമുട്ട് അനുഭവിക്കുക. പാവപ്പെട്ട ആളുകളായിട്ടല്ലേ എങ്ങും പോകാൻ കഴിയാതെ അക്യൂട്ടായ പെയിൻ വന്നപ്പോഴാണ് അവർ ഇപ്പം മറ്റേ എക്സ്റേക്ക് പോയത്. അപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. വലിയ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, അതിപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ KC വേണുഗോപാൽ MP ഇടപെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അക്കാര്യത്തിലുണ്ട്. അമൃത ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ഇപ്പോൾ ഞാൻ സംസാരിച്ചു. അത് പ്രശ്നമില്ല, അത് നമ്മൾ നോക്കിക്കോളാം. നമ്മളെല്ലാം കൂടെ ആലോചിച്ച് വേണ്ടത് ചെയ്യാനാണ് തീരുമാനം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു നഷ്ടപരിഹാരം കൊടുക്കണമെന്നൊരാവശ്യം. തീർച്ചയായിട്ടും സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം, ചികിത്സാ ചെലവ് വഹിക്കണം, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അർഷിതയുടെ അനുഭവം ഉണ്ടാവരുത്. അർഷിതയ്ക്ക് ആകെ 2 ലക്ഷം രൂപ കൊടുത്തത് എന്ത് തെറ്റായിട്ടുള്ള കാര്യമാണ്? അവർ വന്ന് കരയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ വീടിന് മുമ്പിൽ സത്യാഗ്രഹം, ഞാനവിടെ പോയതാണ്. മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ല. ഭർത്താവിൻ്റെ ഉള്ള ജോലി നഷ്ടപ്പെട്ടു. കഷ്ടപ്പെടുകയാണ് ആ കുടുംബം. എന്നിട്ട് പോലും അവരോടൊരു പരിഗണന ആരോഗ്യ വകുപ്പും മന്ത്രിയും കാണിച്ചില്ല. ഈ കാര്യത്തിൽ അത് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്.
ഏതായാലും അമൃത ഹോസ്പിറ്റലിൽ വന്നതോടുകൂടി അവർക്കൊരു ആശ്വാസം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. എല്ലാ ഡോക്ടേഴ്സും കാര്യമായി പരിശോധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ് ഞങ്ങൾ നമ്പരും കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ സൂപ്രണ്ടന്റ് പ്രേം നായരെ കണ്ട് എല്ലാം സംസാരിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും നോക്കണ്ട, കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സിസ്റ്റം നേരെയാവണമെങ്കിൽ ഇവരൊക്കെ മാറണം. ഇനി ആരോഗ്യവകുപ്പിൽ നിന്ന് വീണ ജോർജ് തന്നെ മാറിയാലേ ഈ സിസ്റ്റം ശരിയാവുള്ളൂ. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു ഗൗരവതരമായ നടപടികൾ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുന്നില്ല. അർഷിത വലിയൊരു ഉദാഹരണമാണ് കേരളത്തിൽ എൻ്റെ മുമ്പിൽ. അതേപോലെയാണ് ഇപ്പോൾ ഈ ഉഷയുടെ കാര്യത്തിലുണ്ടാകുന്നത്. വളരെ വേദനയുണ്ട്. വാസ്തവത്തിൽ അവർ എന്നെ കണ്ടപ്പോൾ തന്നെ അവർ കരയാണ്. അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഒന്നാലോചിച്ച് നോക്കുക. ആ കഠിനമായ വേദന സഹിച്ചുകൊണ്ട് ഇത്രയും കാലം അവർ ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കാ വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പം കാരുണ്യത്തോടെ ഇതിനെ കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സ്ഥിതി വളരെ ദയനീയമാണ്. ഞാനൊന്നും പറയുന്നില്ലെന്ന് വളരെ കഷ്ടപ്പാടാണ്. വളരെ പാവങ്ങൾ ചെല്ലുന്നവർക്കുണ്ടാകുന്ന പ്രയാസം വളരെ വലുതാണ്. നിരവധി തവണ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുള്ളതാണ്. പല ഡിപ്പാർട്ട്മെൻറ്റിലും ഡോക്ടർമാരില്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല, മരുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ് അവർ. യെസ്, എന്തായാലും വലിയ വിമർശനമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു ദുരിതം കഴിഞ്ഞ 5 വർഷമായി അനുഭവിക്കുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വളരെ മോശം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഇതിൽ ആരെയും കുറ്റം പറയുകയല്ല, പക്ഷേ മന്ത്രിയടക്കം മാറേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ്. സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിയെങ്കിൽ രോഗികൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായാൽ അവർ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ ഭയപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വിമർശിക്കുന്നത്. ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്ന് മനസ്സിലാകുന്നില്ല. ആകെ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ആണ് മുഖ്യമന്ത്രി അബുദാബിയിൽ പോയി കേരളത്തിലെ ആരോഗ്യരംഗം അമേരിക്കയെ കടത്തിവെട്ടി എന്ന് അവകാശപ്പെടുന്നത്. ആരോഗ്യവകുപ്പ് അനാരോഗ്യ വകുപ്പായി മാറുമ്പോൾ പൊതുരംഗത്തുള്ളവർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.